ഈ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് കൂടിയുണ്ട്. നാത്താൻ കേസ് കൂടെ എന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും, യഥാർത്ഥത്തിൽ ഇവർ പ്രണയബദ്ധരാണോ എന്നൊരു സംശയം പ്രേക്ഷകർക്കുണ്ടാവും. ആ സിനിമയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ ആളുകളിൽ ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഹൃദയഹാരിയായ പ്രണയകഥ ഇത് ഇവരുടെ ഡേറ്റിങ്ങിൻ്റെ ആണോ പടം വരുന്നത്, സേവ് ദ ഡേറ്റ് ആണോ വരുന്നത്, എന്താണ് സംഭവം എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അതാണ് ഐഡിയ ആണ് രാജേഷ് ഇത്. അത് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ രതീഷേട്ടൻ്റെ ആണ്. സേവ് ദ ഡേറ്റ് ഒക്കെ വന്നതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ കുറച്ച് മെസ്സേജുകളും പരിപാടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പ്രണയബദ്ധരല്ല, നല്ല സുഹൃത്ബദ്ധരാണ്. അതെ, സുഹൃത്തുക്കളാണ്. നല്ല എന്നാൽ രാജേഷ് പ്രണയബദ്ധനാണ്, സോറി രാജേഷ് മാധവൻ പ്രണയബദ്ധനാണ് താനും. രാജേഷിന്റെ ഭാഗമാകാൻ പോകുന്നത് ദീപ്തിയാണ് അല്ലേ? കേസ് കൂടി സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ദീപ്തി. അപ്പോ ഇതേപോലെ ആയിരുന്നു ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് പ്രണയം ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, സിനിമയിൽ ചെന്നതിന് ശേഷമല്ലേ മുട്ടിട്ടത്? സിനിമ റിലീസൊക്കെ കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷമാണോ? ഷൂട്ടിംഗ് സമയത്തിന് മുട്ടിട്ടേ ഇല്ല? ഇല്ല ഇല്ല, ഈ ഇതേപോലെയുള്ള നോട്ടങ്ങൾ ഇല്ല ഇല്ല ഇല്ല. അതൊന്നുമില്ല. ആണോ? ശരിയാണോ? ഇല്ല, ഞാൻ ദീപ്തിയും രാജേഷും തമ്മിലുള്ള നർമ്മസല്ലാപങ്ങളുടെ ഇടയ്ക്ക് കണ്ടിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, സത്യം ഈ സിനിമയില് ഏകദേശം എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി അല്ല. ദീപ്തി ആയാലും അതെ, രാജേഷേട്ടനായാലും അതെ. അപ്പം പിടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാൻ ആരോ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അത്രയും ഭയങ്കര അഭിനയമായിരുന്നു ഇവര് സെറ്റില്. കണ്ടല്ലോ ദീപ്തി അഭിത്തോട്ട് വരുന്ന സമയത്ത് ദീപ്തി ഒന്ന് മാറി നിൽക്കാം എന്നുള്ള രീതിയിലാണ് മാറി നിൽക്കുന്നത് അല്ലേ? ഞാനാ അല്ലല്ല, രാജേഷേട്ടൻ മാറി എന്നാലും ദീപ്തി പോയിട്ട് പ്രിപ്പയർ ആവാൻ പറയും. അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പം ദീപ്തി അത് അംഗീകരിക്കുകയായിരുന്നു അല്ലേ? ഞാൻ കുളത്തൂരാണ് സ്വദേശി. ഈ കുളത്തൂർ എന്ന് പറയുന്നത് കാസർഗോഡിന്റെ അങ്ങേയറ്റമാണോ? കാസർഗോഡ് പിന്നെ ബന്തെടുക്ക ബേടകം എന്നൊക്കെ പറയുന്ന പ്രദേശത്തേക്ക് ചേർന്ന് നിൽക്കും. നമ്മൾ ആ സിനിമ ഇന്നിപ്പോൾ റിലീസാവാൻ പോവുകയാണ്. ആ സിനിമ കാണുന്നതിന് മുമ്പ് ആ സിനിമയിലെ കുറേ വിശേഷങ്ങളുണ്ട്, ആ വിശേഷങ്ങളിലേക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് കുളത്തൂരിൽ നിന്ന് എങ്ങനെയാണ് രാജേഷ് മാധവൻ സിനിമയിലേക്ക് വന്നത്, നീലേശ്വരത്ത് നിന്ന് എങ്ങനെയാണ് ചിത്ര സിനിമയിലേക്ക് വന്നത് എന്നത് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. പ്രൈമറി സ്കൂളിൽ നിന്നാണ് വരുന്നതെങ്കിൽ വ്യത്യസ്തമായൊരു നേരത്തെ സ്കൂളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എവിടെയോ സമ്മാനം കിട്ടിയിട്ടുണ്ട് നാടകത്തിൽ. അതെ, നാടകം പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പിന്നെ ഒരു നാടകത്തിൽ അഭിനയിച്ച് തുടങ്ങി. ആ നാടകത്തിന്റെ പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? മണ്ടൻ ചിപ്പായി. അടിപൊളി, മണ്ടൻ ചിപ്പായി ഞാനായിരുന്നു. ഇനി ഒരു പുതിയ സിനിമ വരുന്നുണ്ട്, അത് രാജേഷ് മാധവൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അതിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞോളൂ. പെണ്ണും പൊറാട്ടും എന്നാണ് സിനിമയുടെ പേര്. പെണ്ണ് ദീപ്തി അത് മനസ്സിലായി, പൊറാട്ട എന്താണെന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. അത് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, ആ പൊറോട്ട കല്യാണം കഴിച്ചിട്ട് കാണാം. രാജേഷ് എന്തായാലും സന്തോഷമുള്ള കാര്യം, എനിക്ക് ഇവര് നിൽക്കുന്ന സമയത്ത് അറിയാതെ ചിരി പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള മനുഷ്യരാണ് ഈ കാസർഗോഡുകാരെല്ലാവരും. അങ്ങനെ കേട്ടോ, കൊല്ലംകാർ പ്രത്യേകിച്ച്. ഞാൻ കൊല്ലമാണ്, അതുകൊണ്ട്. അപ്പോൾ രാജേഷേ, ഒരു കാര്യം കൂടി. അപ്പോൾ നമ്മൾ ഈ കുളത്തൂരിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നാടകമൊക്കെ അഭിനയിച്ച് സിനിമയിലേക്ക് വരുന്നൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഞാൻ അങ്ങനെ സിനിമ നമുക്ക് ചെറുപ്പത്തിലെ ആഗ്രഹമൊക്കെ ഉണ്ട്, അത് പക്ഷെ അങ്ങനെ പറയാനൊന്നും പറ്റില്ലല്ലോ. സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നൊക്കെയുള്ള ആഗ്രഹം മറ്റേ 7ാം ക്ലാസ്സും ആ സമയത്ത് തന്നെ ഉണ്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. PG ഒക്കെ കഴിഞ്ഞ് ആൾക്കാരോടൊന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ പറയാനൊരു ധൈര്യക്കേടൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് TV ചാനലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പണിക്കൊന്നും ഞാൻ കൊള്ളൂല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ പണിയും നോക്കി. ഞാൻ പ്രോഗ്രാം പ്രൊഡക്ഷൻ നോക്കി, ന്യൂസ് പ്രൊഡക്ഷൻ നോക്കി. ന്യൂസിലും ഞാൻ നിന്നിരുന്നു. പ്രൊഡക്ഷൻ. ഇന്നിപ്പോൾ നമ്മൾ രാജേഷിനെ കൊണ്ട് അദ്ദേഹത്തെ ജീവിക്കാൻ പോകും. അയ്യോ, ചെയ്യരുത്. ന്യൂസില് പിന്നെ പ്രൊഡക്ഷൻ നോക്കിയിട്ടേ ഉള്ളൂ ഞാൻ. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ല. അതെ, അതിന്റെ ഇടയിൽ പിന്നെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ എഴുതാനൊക്കെ ആയിട്ട് പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പിന്നെ സിനിമയിൽ കയറാം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ കുറച്ച് കാലം ഇതിന്റെ പിറകെ നടന്നു. പക്ഷെ ഞങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോത്തണ്ണന്റെ അടുത്ത്, ദിലീഷ് പോത്തൻ്റെ അടുത്ത് പോയതാ. പോത്തണ്ണം പറഞ്ഞു, പിന്നെ എൻ്റെ സ്ക്രിപ്റ്റ് വായന കേട്ടിട്ട് പോത്തണ്ണം പറഞ്ഞു, ഇവനെ അഭിനയിപ്പിക്കാമല്ലോ എന്ന്. ഞാൻ പുള്ളീനെ അഭിനയിപ്പിക്കാൻ പോയതാ, പുള്ളി എന്നെ അഭിനയിപ്പിച്ചു. അതാണ് പക്ഷേ മഹേഷിന്റെ പ്രതികാരത്തിലെ നോട്ടം. അതെ അല്ലേ? അതൊരു ക്ലാസ് നോട്ടമായിരുന്നു കേട്ടോ. ആ നോട്ടം ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് നോട്ടം. മാത്രമല്ല ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയതിന്. അതെ, നല്ല സമയമായിരുന്നു ദേശീയതയുടെ, അതുകൊണ്ട് അറ്റൻഷൻ അടിച്ചിട്ട് ഈ സംഭവം ഉരുണ്ട് പോവുകയും ചെയ്യുന്നു അല്ലേ? ഇത് രണ്ടും ഒരുമിച്ച് നോക്കുകയും വേണം. അതെ അതെ, നല്ല കൃത്യമായ റെസ്പോൺസും കിട്ടി അപ്പുറത്തെ ഭാഗത്ത് നിന്ന്. അതെ, വളരെ രസകരമായ ഒരു മൊമെന്റ് ആയിരുന്നു. അത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇവർ രണ്ടുപേരും കൂടി സൈക്കിൾ ഇടിച്ചിട്ട് അല്ലേ? സൈക്കിൾ ഇടിച്ചിട്ടിരിക്കുന്നു. മറ്റേ ജയശങ്കരേട്ടൻ പിന്നെ അച്ചുവേട്ടൻ ഇങ്ങനെ ഓടിപ്പോകുന്നു, അയാളെ സൈക്കിൾ അടിച്ചു. ജയശങ്കരേട്ടനെ സൈക്കിൾ അടിച്ച് നെല്ലിക്കയൊക്കെ താഴെ വീണു. നെല്ലിക്കയൊക്കെ ഉരുണ്ടു പോകുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ സൂപ്പറാ. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ക്യാമറയിലേക്കുള്ള എൻട്രി. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു.
അഭിനയിപ്പിക്കാൻ പോയി അഭിനയിച്ചു, അതെ അതല്ലേ? അതെ. അതിനുശേഷം പിന്നീട് പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. എനിക്കൊന്നു ഈ കുമ്പളങ്ങി നൈറ്റ്സിലും വർക്ക് ചെയ്തു. തൊണ്ടി മുതൽ മായാനദി, കുമ്പളങ്ങി നൈറ്റ്സ്, ഇതൊക്കെ എല്ലാം നല്ല ടീമാണ്. ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുമായിരുന്നു. അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാജേഷ് മാധവൻ ഉണ്ടെങ്കിൽ പടം ഹിറ്റാണ് എന്ന് പറയത്തക്ക രീതിയിലേക്കുള്ള ഒരു ചരിത്രമുണ്ട്. അങ്ങനെ പറയട്ടെ, എന്നിട്ട് പൈസ കൂടട്ടെ. ഈ പൈസ കിട്ടിയിട്ട് എന്ത് ചെയ്യും രാജേഷ്? അയ്യോ, ഒന്നും ചെയ്യാനില്ലായിരുന്നു ഏട്ടാ. നമ്മള് പിന്നെ പൈസ അത്ര ആവശ്യമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. കുഞ്ഞു കുഞ്ഞു പൈസയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അതൊക്കെ കിട്ടിയിട്ട് സന്തോഷം. വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, കാറൊക്കെ. ആണോ? അടിപൊളി, സന്തോഷം. ഇവിടെ നമ്മുടെ ചിത്രയുടെ കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് തികച്ചും ഒരു സിനിമ അഭിനയിപ്പിക്കാൻ പോയി അഭിനയിച്ച ആളാണ്. പഠിപ്പിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? അത് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലേ കുഞ്ഞ് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ പഠിപ്പിക്കില്ല? ഇല്ല സിസ്റ്റർമാരെടുത്ത് അഭിനയിക്കും. ലീവെല്ലാം ചോദിക്കുന്ന സമയത്ത് തലവേദന. കുടുംബത്തിലെ മരിച്ചവരെ വീണ്ടും വീണ്ടും മരിപ്പിക്കും. മരിച്ചിട്ടുണ്ടാവും വീട്ടിലൊരു 10 തവണ. ഓർമ്മയില്ല, ഇതെല്ലാം സിസ്റ്റർ കാണുന്നുണ്ടെങ്കിൽ. സിസ്റ്ററെ അന്ന് പറഞ്ഞ എല്ലാ മരണവും ഞങ്ങൾ ഇതാ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഒരാളും മരിച്ചിട്ടില്ല, അവര് നല്ല ജീവനോട് കൂടി അല്ല, മരിച്ചവരെയാ ഞാൻ വീണ്ടും. മരിച്ചവരെയാണോ പറയുന്നത്? അത് ശരി. മരിക്കാത്തവരെ കുറിച്ചല്ല. ഇല്ല, അല്ല അതെനിക്ക് ടെൻഷനാവും. അപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെ മരിപ്പിച്ചത് ആരെയാ? എന്റെ മോൻ 5ാമത്തെ തലമുറ. അപ്പൊ അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്. അങ്ങനെ അമ്മമ്മയുടെ അമ്മമ്മ സേഫാ? ഏതോ തലമുറയിലെ ചോദിച്ചാലും കിട്ടൂലല്ലോ, ആരന്വേഷിച്ചു പോവും ചെയ്യില്ല. എന്താ മരിച്ചത് ചോദിക്കത്തില്ലല്ലോ. അത് 1869 ഫെബ്രുവരി മാസത്തിലായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഓഡീഷനെല്ലാം നാട്ടിൽ പോകും. പിന്നെ അങ്ങനെ ഇതിപ്പം ക്യാരക്ടർ റോള് കിട്ടിയത് ഈ നത്താൻ കേസ് റോഡിന്റെ ഓഡീഷന് പോയിട്ടാ. അപ്പൊ രാജേഷ് ചേട്ടനെ എന്നെ ഓഡീഷൻ ചെയ്തു. കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു. അങ്ങനെ കാസ്റ്റ് ചെയ്യേണ്ടിയും വന്നു എനിക്ക്. അതൊരു സങ്കടം പോലെ. അതാണ് രാജേഷ് ചേട്ടാ ഒരു സങ്കടം. ഇവളിത്ര പടർന്ന് പന്തലിക്കും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഈ കാസ്റ്റിംഗ് ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം സെലക്ട് ചെയ്ത് അറിഞ്ഞപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഓഡീഷന് പോകുമ്പോ ആ റൂമിലേക്ക് കേറുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ അവർ ആവശ്യപ്പെട്ടത്? രാജേഷ് ഉണ്ടായിരുന്നല്ലോ. രാജേഷ് ചേട്ടന് വൈശാഖ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ രാജേഷ് കാണുമ്പോ ഭയങ്കര ഭയഭക്തി ബഹുമാനമായിരിക്കും. ഇല്ല, എനിക്ക് ചിരിയാ വന്നത്. കാസ്റ്റിംഗ് ഡയറക്ടറെ കണ്ട് ചിരിച്ച ഏക നടി ഒരുപക്ഷെ കാസ്റ്റിംഗ് ഡയറക്ടറെ കാണുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനം അടുത്തൊരു സാധാരണ അങ്ങനെയല്ല വന്നത്. അല്ല, ഞാൻ ഡയറക്ടർ ആ രീതിയിലല്ല. ആ മഹേഷിന്റെ പ്രതികാരം അറിയായിരുന്നു, തിരിച്ചോണ്ടാ വരുന്നുണ്ടായിരുന്നു. അതെന്താ അറിയോ, രാജേഷ് ചേട്ടൻ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞ് ആ സിനിമയിലും കണ്ടിട്ടില്ലേ, ആ ഒരു ഹാങ് ഓവർ ആയിരുന്നു കാണാൻ പോലെ. അത് കാണുമ്പോ പിന്നെ അവരെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. രാജേഷ് എന്താ ടാസ്ക് കൊടുത്തത്? ഓഡിഷൻ നമ്മള് പിന്നെ അംഗൻവാടി ടീച്ചറായിട്ടാണ് നമ്മൾ ആദ്യം അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ പിന്നെ ചിത്രനെ കൊണ്ട് പാട്ട് പഠിക്കായിരുന്നു ആദ്യം ചെയ്യിച്ച്. പാട്ടിൽ തന്നെ നമ്മള് അപ്പൊ തന്നെ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ ചിത്ര ആ പാട്ട് നമുക്ക് കേൾക്കണം. അന്ന് ഒഡീഷ പാടിയ പാട്ടില്ലേ?